സാധാരണ മാത്രമല്ല കേട്ടോ, നല്ല കച്ചറയുണ്ട് ഇവിടെ നടക്കുന്നത്. ഒരു ചെക്കനെ ഓടിച്ചിട്ടടിക്കുന്നു. അയ്യോ, എൻ്റെ നല്ല അടി അടിക്കുന്നുണ്ടല്ലോ. ആ ചെക്കൻ എന്തോ സീൻ അവിടെ പോയി കാണിച്ചു. അപ്പോൾ ചേച്ചീനൊക്കെ എടുത്തിട്ടടിച്ചു. എൻ്റെ അമ്മ ചേച്ചിക്കൊക്കെ അടി അടിക്കും. ശരിക്കും ഹെവി ഗുഹ. ഓഫ്, നല്ല തണുപ്പാണ് കേട്ടോ എൻ്റെ ഉള്ളിലെ. അവിടെ നേരെ നിൽക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് പിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുകൊണ്ടോ. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളെ കൂടെ കൂട്ടുകയും ഞങ്ങൾ ചെയ്യുന്ന യാത്രയ്ക്കൊപ്പം അവരെയും കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുവാനും വേണ്ടിയാണ് യാത്രീ വൈബ്സ് എന്ന നമ്മുടെ യാത്രാ സംരംഭം നമ്മൾ ആരംഭിച്ചത്. ഇതുപോലുള്ള യാത്രകളിൽ ഞങ്ങളോടൊപ്പം കൂടാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് നമ്മളുടെ പുതിയ യാത്രകളിൽ പങ്കുചേരാം. അതുകൂടാതെ നമ്മളുടെ പുതിയ പുതിയ ഗ്രൂപ്പ് ടൂറുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കുവാനായി നമ്മളുടെ യാത്രാ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ. യാത്രകൾ തിരക്ക് പിടിച്ചൊരു ഓട്ടം മാത്രമാക്കാതെ സുന്ദരമായ അനുഭവങ്ങളും കാഴ്ചകളുമുള്ള ഒരു അനുഭവമാക്കി തീർക്കാൻ നമുക്കൊരുമിച്ചിനി. ഈവനിങ് ആയേ, പതുക്കെ എല്ലാവരും പുറത്തേക്കൊക്കെ വൈകുന്നേരത്തെ വൈബിന് വേണ്ടി ഇറങ്ങുന്ന സമയമാണ്. നമ്മൾ ആക്ച്വലി നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, നേപ്പാളിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞില്ല. അതിന് വേണ്ട കുറച്ച് ഹോട്ടൽസ് കാര്യങ്ങൾ ആദ്യമേ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഈ വൈകുന്നേര സമയത്ത്. പൊക്രയുടെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഏരിയ ആണ് കേട്ടോ ഇത്. അതുകൂടാതെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു പല ട്രെക്കിങ്ങുകൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ടെന്ന്. അപ്പോൾ ആ ട്രെക്കിങ്ങുകൾക്ക് വേണ്ട ബുക്കിംഗ് ഒക്കെ നടത്തുന്ന ഓഫീസുകൾ, അങ്ങനെ പല കാര്യങ്ങളും, പല ടൂറിസ്റ്റ് ആക്ടിവിറ്റികളും ഈ ഒരു ഏരിയയിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഉണ്ടല്ലോ റൈറ്റ് സൈഡിൽ വന്നിട്ട് പൊക്ര ലേക്കാണ്. അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോവാം കേട്ടോ. ലേക്കിന് അടുത്തായിട്ടുള്ള വൺ ഓഫ് ദ ഹോട്ടൽ ഇതാണ്. നോക്കട്ടെ കേട്ടോ അങ്ങനെ ഉണ്ടെന്നേ. കൊള്ളാമല്ലേ? ഫസ്റ്റ് ഹോട്ടൽ കണ്ട് നമ്മൾ ഇറങ്ങി. കുഴപ്പമില്ലല്ലേ? നൈറ്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്യാനൊക്കെ ഓക്കെ ആവും. കാരണം ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ രാത്രി നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും രാത്രിയൊക്കെ ജസ്റ്റ് ഇത് അവിടെയാണ് റോഡ് വരുന്നത്. ലേക്ക് കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്, അടുത്തടുത്താണ്. നമുക്ക് അന്നേരം കുറച്ചധികം ഓപ്ഷൻസ് വെക്കണ്ടേ? നമുക്ക് അടുത്ത് നോക്കാമല്ലോ. അടുത്ത ഹോട്ടൽ ഇവിടെയാണ്. ഇതും കുഴപ്പമില്ല. ഇവിടെയുള്ള അത്യാവശ്യം നേപ്പാളിലെ ഹോട്ടൽസൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലേ? ഓക്കെ, നമ്മളുടെ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ കാണണ്ടേ? നിങ്ങൾക്കുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ വെക്കുന്നത് ഒരു ഡിലക്സ് ടൈപ്പും അതുപോലെ തന്നെ സൂപ്പർ ഡിലക്സ്, ഒരു 3 to 4 സ്റ്റാർ കാറ്റഗറി റൂംസ് കൂടി നമ്മൾ നോക്കിയിട്ട് ആ ഒരു രീതിയിലാണ് പ്ലാനൊക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം എല്ലാ കാറ്റഗറിയിലും വരുന്ന ആളുകളെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണ്ടേ. ഇതാണ് നല്ല അത്യാവശ്യം കൊള്ളാം കേട്ടോ. നല്ല ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഇവർ നമ്മുടെ ഹൃദയം കീഴടക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി പ്രീമിയമാണ്. ഒരു റെസ്റ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് വിത്ത് പൂളൊക്കെ ആയിട്ട്. അത്യാവശ്യം ഇവരുടെ റെസ്റ്റോറൻറ്റും നൈസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിൻ്റെ കാഴ്ചകളും കണ്ടു. ഗോരഖ്പൂരിലെ ഹോട്ടൽസും ഇവിടുത്തെ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം തോന്നിയത് നമുക്ക്? പിന്നെ ഇവിടെ ആളുകൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ആളുകൾക്ക് എങ്ങനെ ഗസ്റ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാമെന്നുള്ളത് നല്ല രീതിക്ക് അറിയാം. അതുകൂടാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതുവരെ കണ്ടതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതുപോലെ ഹോട്ടലിൽ നിന്നുള്ള ചെറിയ ഇടവഴികളുണ്ടല്ലോ, നേരെ മെയിനായിട്ടുള്ള ആ ഒരു ലേക്കിൻ്റെ ആ ലേക്ക് റോഡിലേക്ക് വന്നു ചേരും. അവിടെയാണ് ഇവിടെ മൊത്തത്തിൽ നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഫുൾ ആക്റ്റീവ് ആകുന്ന ഏരിയ ആകും കേട്ടോ. നമ്മളുണ്ടല്ലോ ഇത്രയും നേരം ഡിലക്സ് ടൈപ്പ് ഹോട്ടലുകൾ കണ്ടില്ല. ഇനിയിപ്പോൾ ഒരു 3 സ്റ്റാർ കാറ്റഗറി ഹോട്ടൽ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. യെസ്, നമുക്ക് പൊക്ര ലേക്ക് ഇവിടെ കാണാം. അതിനോട് ചേർന്ന് തന്നെ കുളിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് കുളിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു 3 സ്റ്റാറിൻ്റെ കാറ്റഗറി നമ്മൾ കണ്ടു. ഇതൊക്കെയാണ്, നൈസാണല്ലേ? പിന്നെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഗ്രൂപ്പിന് വേണ്ടി മാത്രമല്ല, ഇൻഡിവിജ്വലായിട്ട് ആളുകൾ വരുവാണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ബൈ ഫ്ലൈറ്റിനോ ഒക്കെ വരാൻ തീരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ എൻ്റെ സുധിയുടെ നമ്പറൊക്കെ നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഹോട്ടൽസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് എല്ലാവർക്കും. യാത്ര ഇനി മുതൽ യാത്ര നമ്മളൊരു ഹെൽപ്പ് കൂടി ആക്കുവാണ്. വെറും കാണിക്കൽ മാത്രമല്ല, അവൈലബിലിറ്റി. അതൊക്കെ ഇതാ ടൂറിസ്റ്റുകളൊക്കെ കണ്ടില്ല നിങ്ങൾ, ആക്റ്റീവായി കടകളെ ലൈറ്റൊക്കെ വന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം തണുപ്പുമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
രാത്രിയിലും നമ്മളുടെ അന്വേഷണങ്ങൾ കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ് ഹോട്ടലിലേക്ക് വന്നിട്ടാണുള്ളത്. ഇവിടുത്തെ ഓരോ റൂംസും ഞങ്ങൾ ചെക്ക് ചെയ്യാണ്. നമ്മുടെ കൂടെ വന്നുകൊണ്ട് മീനുകുട്ടിക്കും നേപ്പാളിൽ ഒരുപാട് ഹോട്ടലുകളിൽ കാണാനുള്ള ഇത് കിട്ടി. എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ ഓപ്ഷൻസ് എടുത്തിട്ടുണ്ട്. കൊള്ളാം, നമ്മൾ കണ്ടതെല്ലാം അത്യാവശ്യം മെറ്ററാണ് അല്ലേ. അത് ഇനിയിപ്പം അടുത്തത് തീർന്നിട്ടില്ല. ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് വിസിറ്റിന് വേണ്ടി ഞങ്ങൾ വന്നത് ഇത് ഒരു 3 സ്റ്റാർ കാറ്റഗറി ഹോട്ടലാണ്. അപ്പം ഇവിടെ ഉണ്ടല്ലോ റൂംസ് ഇപ്പം ഫുള്ളാണ്. റൂംസ് കാണാൻ നമുക്ക് ഓപ്ഷനില്ല. പക്ഷേങ്കിൽ നാളെ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ചെക്കൗട്ട് ടൈം ഉണ്ടെങ്കിൽ കാണിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നാളെ വരാം അല്ലേ നോക്കിയിട്ട്. അങ്ങനെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഇനി നേരെ റൂമിൽ പോയി ഫുഡ് ഉണ്ടാക്കണം. ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ കാര്യം നോക്കണം കേട്ടോ. ഇത് കുറച്ചും കൂടി ടൂറിസം പ്ലേസ് ആയതുകൊണ്ട് എക്സ്പെൻസ് കുറച്ചും കൂടി മേലെ നിൽക്കും. നേരത്തെ ഒരു ചായയും സമൂസയും കഴിച്ചപ്പോൾ തന്നെ 150 രൂപ പോയി. ഇച്ചിരി അരിയും മുളക് പൊടിയൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഉണ്ടല്ലോ അതാ ഈ ഒരു ടൈപ്പ് അരിക്ക് കിലോയ്ക്ക് 100 രൂപയാണ്. നമുക്കുണ്ടല്ലോ ഈ പൊക്രയുടെ ഒരു നൈറ്റ് ലൈഫിലേക്കൊക്കെ ഉണ്ടല്ലോ നാളെ കാഴ്ചകളിലേക്ക് നമുക്ക് നാളെ രാവിലെ ഇറങ്ങി. ഇന്ന് പിന്നെ അത്രയും ദൂരം വന്ന് റൈഡ് ചെയ്ത് അതിൻ്റെ ക്ഷീണം ഇനിയിപ്പോൾ ചെന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം. അതൊക്കെ കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ഇറങ്ങാത്തത്. ഇന്ന് നമ്മളുടെ വർക്ക് കഴിഞ്ഞു. ഇനി നാളെയും വർക്ക് തന്നെയാണ്. എന്നാലും നാളെ കുറച്ചും കൂടി എൻജോയ്മെൻറ്റ് ഡേ ആയിരിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇതിപ്പോൾ ഞങ്ങൾ ഇത്ര പിശുക്കി ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ. നമുക്കിതൊരു യാത്ര കണ്ടിന്യൂ ചെയ്ത് മുൻപോട്ടേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പിശുക്കി ട്രാവൽ ചെയ്യണം. പക്ഷേ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന നിങ്ങൾക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻക്ലൂഡിങ് ഫുഡ് അടക്കമുള്ള പാക്കേജുകളായിരിക്കുമേ. അടുത്തത് നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലോട്ട് വന്നത് 440 രൂപ അല്ലേ 1 കിലോ ചിക്കൻ ഇവിടുത്തെ റേറ്റ്. അങ്ങനെ 280 രൂപയ്ക്ക് നമ്മൾ അരിയും അതുപോലെ തന്നെ പച്ചക്കറി 380 380 രൂപയ്ക്ക് നമ്മൾ അരി, പച്ചക്കറി, ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞു. നല്ല ചിക്കൻ കറിയും ചോറും നാട്ടിലെ ടേസ്റ്റ് ഇങ്ങ് പൊക്രയിൽ കിട്ടി. ഗുഡ് മോർണിംഗ്. അപ്പം പോവല്ലേ? പൊക്രയിൽ ഏറ്റവും പ്രസിദ്ധമായത് എന്താണ്? എന്നാലും ഏറ്റവും പ്രസിദ്ധം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് ഈ കാണുന്ന പൊക്ര ലേക്കാണ് കേട്ടോ. പൊക്ര ലേക്കിൽ നല്ല ഭാഗങ്ങളും ഉണ്ട്. ഇത് കുറച്ചും കൂടി ഔട്ട്സ്കേർട്ട് ഭാഗങ്ങളാണ്. അപ്പോൾ ഈ പൊക്ര ലേക്കിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ പേരെന്തായിരുന്നു? താൽ വരാഹി ടെമ്പിൾ. നമ്മൾ ആദ്യമേ പൊക്ര ലേക്കിലോട്ടൊന്ന് ഇറങ്ങട്ടെ. പറ്റുവാണെങ്കിൽ ഫ്രീക്ക് നിന്ന് കുളിക്കും ലേക്കിൽ ഇല്ലേ. നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ ഒരു ഹോട്ടലിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇതാ നമ്മളുടെ മീനുക്കുട്ടി ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ബോക്സ് കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, കാരണം എല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു അന്ന് പയ്യ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടക്കം അത്യാവശ്യം നല്ല റേറ്റിന് റൂമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുണ്ടല്ലോ ഇനിയിപ്പോൾ ട്രിപ്പിന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കണ്ട റൂമുകൾ നിങ്ങളെ ഇന്നലെ കാണിച്ചു തന്നില്ലേ. ഇനിയിപ്പം ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുവാണ്. പോവാന്നാൽ ഹലോ, ഇതൊരു കുഞ്ഞുവാവൻ ഇങ്ങനെ എടുത്തേക്കുന്നുണ്ട്. പുറകിലിങ്ങനെ കെട്ടിയെടുത്തിട്ട് അമ്മൂമ്മയും കൊച്ചുമോളും കൂടി രാവിലെ വെയിലൊക്കെ കൊണ്ട് കാറ്റൊക്കെ കൊണ്ടൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കൊള്ളാം. ഈ താൽവരാഹി എന്ന് പറയുന്ന അമ്പലം ഉണ്ടല്ലോ, ശരിക്കും ഈ ഒരു പൊക്ര ലേക്കിൻ്റെ നടുക്ക് ചെറിയൊരു കുട്ടി ദ്വീപുണ്ട്. ആ ദ്വീപിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് ബോട്ടിൽ പോകണം. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ബോട്ടിൽ പോയിട്ടില്ലായിരുന്നു, കാരണം ചിലവ് ചുരുക്കലിൻ്റെ ഭാഗം. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ബോട്ടിൽ പോകാം, കാരണം കാഴ്ചകൾ നമുക്ക് കാണണമല്ലോ. പിന്നെ നിങ്ങളെ കൊണ്ട് വരുമ്പോൾ എങ്ങനെയൊക്കെ ബോട്ടിലോട്ട് പോകേണ്ടതെന്നൊക്കെ നമുക്ക് അറിയും കൂടി വേണമല്ലോ. റേറ്റ് കാര്യങ്ങൾ, അവിടെ പോയി എവിടെയൊക്കെ ബാത്റൂം ഉണ്ട്, എന്തൊക്കെയാണ് എല്ലാം നമ്മൾ നോക്കി വെക്കണമല്ലോ. ഇവിടെ ഉണ്ടല്ലോ വൈകുന്നേരങ്ങളിൽ ചില ദിവസങ്ങളിൽ ഇവിടെ ഈ ഒരു പൊക്ര ലേക്കിൻ്റെ ഇവിടെ ഒരു ആരതി, നമ്മളുടെ ഈ ഗംഗാരതി നടക്കുന്നില്ലേ വാരണാസിയിലൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നു, അതേപോലെ ഇവിടെയും ആരതി നടക്കുവേ. അതാണ് അവിടെയാണ് അമ്പലം ഉള്ളത്. ഈ ബോട്ടുകളൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. ബോട്ടിൻ്റെ റേറ്റ് വന്നിട്ട് 115 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടെമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് എടുക്കണ്ടേ? അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്ന് ആ ടിക്കറ്റ് കാണിക്കുമ്പോൾ ഇവിടെ നിന്ന് ലൈഫ് ജാക്കറ്റ് കിട്ടും. ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് മാത്രമേ ടൂറിസ്റ്റുകളെ ബോട്ടിൽ കയറ്റത്തുള്ളൂ. ഇവിടെ ഉണ്ടല്ലോ ടൂറിസ്റ്റുകൾ വന്നും പോയി നിൽക്കുന്നുണ്ട്. പതുക്കെ ആക്റ്റീവായി തുടങ്ങുന്നുള്ളൂ. ശരിക്കും ഈ പറയുന്ന പൊക്ര ഇവിടത്തേക്ക് ഒരു സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരി മുതൽ ഒരു ജൂൺ വരെയുള്ള ടൈമാണ്. അപ്പോൾ സീസണിലേക്ക് പതുക്കെ എത്തി തുടങ്ങുന്നു.
എങ്ങനെ ക്യാമറ താഴത്തിടുന്നത്? അണ്ടർ വാട്ടർ. അണ്ടർ വാട്ടർ. നേപ്പാള് വരുന്ന ആളുകൾക്ക് പൊക്രയിലെ ഫസ്റ്റ് ഇതൊരു പോയിന്റ്. ഇത് ശരിക്കും എൻജോയ് ചെയ്യേണ്ടതാണ്. നമുക്ക് ആ ഒരു മഞ്ഞുമലയൊക്കെ കണ്ട് കിടിലനായിട്ടൊരു സഞ്ചാരം, ചെറിയൊരു ദൂരം, ഒരു ബോട്ടിങ്. നേരെ കൊണ്ടുവരുമല്ലോ, ഒന്ന് ചുറ്റി കറക്കി ആ ഒരു ടെമ്പിളിനെ മൊത്തം റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ. ശരിക്കും അവർക്കാണെങ്കിൽ നേരെ കൊണ്ട് നിർത്താവുന്നതേ ഉള്ളൂ. പൈസ വാങ്ങുന്നതിന് കൂലി എടുക്കുന്നുണ്ട്, പണി എടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഈ ലേക്കിൻ്റെ ഇതുണ്ട്, നിങ്ങൾ ചേർന്ന് തന്നെ ഫുൾ കാടാണ് കേട്ടോ. ആ ഒരു കാടായിട്ട് തന്നെ നല്ല രീതിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ വീണ്ടും പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നെ ഇവിടെ ലോക്ക് ഇട്ട് പോലെ ഉണ്ട്. ഒരു അഡ്വഞ്ചർ കൂടി ആവുന്നുണ്ട് കേട്ടോ. വാ സൂപ്പർ. നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്. നീ എന്തായാലും കുളിക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയേക്കുന്നതല്ലേ, നീന്ത് മുങ്ങിയിട്ട് വാ. തണുപ്പുണ്ടോ? എൻ്റെ ഈ മല ഇറങ്ങുന്നവരെ വെള്ളം മെത്തതൊടിക്കൂല എന്നുള്ള ഒരു ഇതിലാണ് ഞാനുള്ളത്. അന്ന് ചോദിച്ചു നോക്കിയും കണ്ടൊക്കെ ഇറങ്ങി ചേച്ചി, ഇങ്ങനെ ചവിട്ടി കുലിക്ക് ഇറക്കല്ലേ. ഫൈനലി നമ്മൾ തറയിലേക്ക് കാലുകുത്തി. ആവോ രക്ഷപ്പെട്ട്. ശരിക്കും ഇതിനെ ഉണ്ടല്ലോ ഒരു ദ്വീപ് എന്നൊക്കെ പറയാൻ പറ്റും. ഒരു തുരുത്ത് അല്ലേ, ഒരു കുട്ടിത്തുരുത്ത് എന്ന് പറയാം. മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മന്ദിരം ഇത് ആ ഒരു ഭാഗത്താണ് മന്ദിരം ഉള്ളത്. അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ചെറിയ പൂജാ സാധനങ്ങളൊക്കെ വെക്കുന്ന ചെറിയ ഷോപ്പുകൾ കാര്യങ്ങൾ ഒക്കെ ഇവിടെയുണ്ട്. ഇത് ശരിക്കും ഉണ്ടല്ലോ ആ ഒരു നേപ്പാളി സ്റ്റൈലിലുള്ള അമ്പലമാണ് കേട്ടോ. നമ്മളുണ്ടല്ലോ താൽവരാഹിയുടെ ഫോട്ടോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതുപോലത്തെ വലിയൊരു അമ്പലമാണ് കാണുക. പക്ഷേ ആ ഒരു അമ്പലം ഇപ്പോൾ ഇല്ല, അതിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാടിൻ്റെ അവിടെയായിരുന്നു. നമ്മൾ അമ്പലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ ബോട്ടിങ് അത്ര ഒരു പ്രൊഫഷണൽ വേ അല്ല കേട്ടോ. കാരണം വരുന്ന ബോട്ടുകൾ അപ്പം തന്നെ ആളെ ഇറക്കി അങ്ങ് പോവും. അപ്പോൾ ചില സമയങ്ങളിൽ ബോട്ട് വരവ് കുറവായിരിക്കും. ഇപ്പോൾ കണ്ട് ഇത്ര ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതിൽ ആകെ 2 ബോട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു നല്ലൊരു ഭാഗം സമയം ഇവിടെ വന്നു കഴിയുമ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവും. നമ്മുടെ ലക്ക് പോലെ ഈ ഒരു സമയത്ത് കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ കുറേ ബോട്ടുകൾ വന്നിട്ടുണ്ട്. ഹലോ. ഇവിടെ ഉണ്ടല്ലോ ഒരു സരസ്വതി പൂജ സംതിങ് എന്തോ ഒരു സ്പെഷ്യൽ ഡേയ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെയുള്ള ചേച്ചിമാരുടെയൊക്കെ നെറ്റിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചുവന്ന ചന്ദനമല്ല ചുവന്ന ഈ അരിയും ഇതൊക്കെ കൂടി വെച്ചേക്ക് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും യാത്ര ഇത്രയും പേര് ഒരു ബോട്ടിൽ 2, 4, 6, 7, 8 പേര് 7 പേര് ആണോ? ഓക്കെ. അപ്പൊ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യാം അല്ലേ? ഇവരിവിടെ നെറ്റിയിൽ വെച്ചേക്കുന്ന ഈ ഒരു ചുവന്ന ഈ ഒരു അരിയും അതുപോലെ തന്നെ ആ ഒരു ചന്ദനം പോലത്തെ അതില്ലേ, അതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മന്ദിറിൽ കുങ്കുമം. ഈ ഒരു മന്ദിറിലെ ഇതാണ് കേട്ടോ. ഇവിടെ വരുമ്പം കുങ്കുമം ഇങ്ങനെയാണ് കിട്ടുക, അരിയൊക്കെ മിക്സ് ചെയ്തിട്ട്. നമ്മൾ അടുത്തായിട്ടുണ്ടല്ലോ ബിന്ദ്യബാസിനി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു അമ്പലത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ നേപ്പാൾ നിങ്ങൾക്കറിയാലോ ഒരു ഹിന്ദു കൾച്ചറുമായിട്ട് ഒരുപാട് ഇഴകി ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടുത്തെ വാസ്തുശില്പ കലകളൊക്കെ കാണണമെങ്കിൽ ശരിക്കും ടെമ്പിളുകളിലേക്ക് വരണം. അത്യാവശ്യം കുറച്ച് പടികളുണ്ട്. ഈ പടികൾ ചവിട്ടി നമ്മൾ കയറി വരുന്നത് എന്താ ഇവിടെയാണ് അമ്പലമുള്ളത്. ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് അന്നപൂർണയുടെ മേലെയൊക്കെ മേഘം കയറിയില്ല, അന്നപൂർണയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം വലിയ അമ്പലമാണ്. കണ്ടില്ല ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഹനുമാൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ആദ്യമേ ഉള്ളത്. അതിനുശേഷം പ്രധാനപ്പെട്ട ക്ഷേത്ര പ്രതിഷ്ഠ അതാണ് എന്ന് തോന്നുന്നു. കൂടാതെ ഇവിടെ ഈ ഒരു സ്വർണത്തിൻ്റെ ടൈപ്പ് പഞ്ചലോഹം കൊണ്ട് കവർ ചെയ്തേക്കുന്ന ഒരു മണ്ഡപവും അതിൻ്റെ നടുക്കൊരു അമ്പലവുമുണ്ട്. അതുകൂടാതെ അവിടെയുമുണ്ട് കേട്ടോ. എല്ലാം ഒരു നേപ്പാളിൽ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് പഗോഡ എന്താ പറയുക, ഇതിൽ ഇപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്റ്റെപ്പായിട്ട് അതിൻ്റെ അത് വരുന്ന രീതിയിലുള്ള നിർമ്മിതികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നൈസ്. നല്ല സുന്ദരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. നല്ല തണുത്ത കാറ്റ്, ഇളം വെയിൽ.
ആക്ച്വലി ഉണ്ടല്ലോ ഇതിൻ്റെ മെയിൻ ഗേറ്റ് വന്നിട്ട് ഇതാ ആ ഹൈവേന്ന് ആ ഒരു ഭാഗത്ത് നടന്ന് ഇങ്ങനെ കയറി വരുവാണ് വേണ്ടത്. ഇവിടുന്ന് ഇങ്ങനെയും കറങ്ങി വരാനുള്ള വഴിയുണ്ട്. നമ്മൾ വന്നത് കുറച്ച് ഷോർട്ടായിരുന്നു അല്ലേ. ഇവിടെ ഉണ്ടല്ലോ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഇത് നിങ്ങൾ ഒരു വ്യൂ പോയിൻറ്റിന് വേണ്ടിയിട്ടൊരു സ്ഥലം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ നമ്മളിങ്ങനെ കയറി ആ ഒരു മേഘം മൂടി നിൽക്കുന്നതൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ അന്നപൂർണ മൗണ്ടൻസും ബാക്കി ഈ ഒരു മേഖലയിൽ കുറേയധികം മൗണ്ടൻസ് ഉണ്ട്. ആ മൗണ്ടൻസൊക്കെയാണ് ഇതുണ്ട് അങ്ങ് അവിടെയായിട്ട്. അതൊരു മൗണ്ടനാണ് കേട്ടോ. ഇച്ചിരി ഫോഗി കയറിയതുകൊണ്ട് തിരിയാത്തയാണേ. നമ്മുടെ മീനുക്കുട്ടി അവിടെ സേഫായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. വാവ്. നമ്മൾ അടുത്തുണ്ടല്ലോ ഈ നേപ്പാൾ എന്ന് പറഞ്ഞാൽ മലനിരകൾക്ക്, പ്രത്യേകിച്ച് ഹിമാലയൻ മലനിരകൾക്ക് പ്രസിദ്ധമാണല്ലോ. അന്നേരം ഇവിടെ ഒരു ഇൻ്റർനാഷണൽ മൗണ്ടൻ മ്യൂസിയം ഉണ്ട്. അപ്പോൾ വരുന്നവർക്ക് ആ ഒരു മൗണ്ടൻ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ കൂടി കാണിച്ചിട്ട് പോകാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീ ഫോറിനേഴ്സിന് 525 അല്ലാണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ സാർക്ക് സിറ്റീസിന് 263 രൂപയാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഫ്രീക്കിനെ കണ്ടിട്ട് ഇന്ത്യക്കാരിനെ പോലെ ഇല്ല, നേപ്പാളി പോലെയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിനക്ക് കുറച്ച് കിട്ടിയോ? ലുക്ക് വെച്ചിട്ട് പോലും കുറച്ച് തന്നിട്ടില്ല. ഇവിടെ നിന്നുള്ള ലോക്കലായിട്ടുള്ള പിള്ളേർ അവരുടെ സ്റ്റഡി ടൂറിൻ്റെ ഒക്കെ ഭാഗമായിട്ടും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വന്ന പിള്ളേരെ അവരന്നേരം ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഇവിടെയൊക്കെ നിന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഓ, എനിക്ക് പഴയ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോയത് ഓർമ്മ വരുന്നു. സോയ സോസിൻ്റെ ആണോ മണം വരുന്നത്? ഞാൻ നൊസ്റ്റാൾജിയെ പറ്റി പറയട്ടെ അന്നേരം. പക്ഷേ പണ്ട് നമ്മൾ എത്രയായിരുന്നു ആദ്യമായിട്ട് ഞാൻ ടൂറിന് പോകുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ അന്നേരപ്പാണ് ഞാൻ ആദ്യമായി കടൽ കാണുന്നത്, ട്രെയിൻ കാണുന്നത്. പിന്നെ വേറെന്താ, നീ എത്രാം ക്ലാസ്സിൽ നിന്ന് ആദ്യമായിട്ട് ടൂറിന് പോയേ? ഞാൻ 5 തൊട്ടിട്ട് എല്ലാ ടൂറും പോയിട്ടുണ്ട്, ഒന്നുപോലും വിടാതെ. ഞാൻ 4-ന് പോയതിന് ശേഷം പിന്നെ പോയിട്ടുള്ളത് 7ാം ക്ലാസ്സിൽ നിന്നാണ്. ഫസ്റ്റ് പോയത് മൈസൂര്, പിന്നെ അതിരപ്പള്ളി, സൈലന്റ് വാലി, ഞാൻ കണ്ണൂര്. എൻ്റെ അമ്മ റിച്ച്. ഞാൻ കണ്ണൂര് എയർപോർട്ട് ചെയ്ത് എന്നാൽ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ കടൽ തീരം, പിന്നെ അങ്ങനെ ഒരു റൂട്ട്. ഇവിടെ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന അലങ്കരിച്ച് വെച്ചേക്കുന്ന ഈ റെഡ് കളർ പൂവുണ്ടല്ലോ നമ്മുടെ ചെമ്പരത്തിയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ചെമ്പരത്തി നല്ല രീതിക്ക് പൂത്ത് സെറ്റായി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കണ്ടോ, ഓരോരുത്തർ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇതാ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഇൻ്റർനാഷണൽ മൗണ്ടൻ മ്യൂസിയം വരുന്നത്. അത്യാവശ്യം വലിയൊരിത് അല്ലേ, നല്ല വലുപ്പമുണ്ട്. നേപ്പാളിൻ്റെ പുതുതലമുറ ഇത് കണ്ടോ. ഇനിയിപ്പം ഉള്ളിൽ ക്യാമറ അനുവദിക്കില്ല എന്നുള്ള അവിടെ ചെന്നാൽ അറിയാൻ പറ്റത്തുള്ളേ. ട്രെയിക്ക് ആദ്യം ഓടി കയറുന്നുണ്ട്. ടിക്കറ്റ് പക്ഷേ എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ നോക്കും. അതാ അകത്തുനിന്ന് എന്തായാലും വീഡിയോഗ്രാഫിക്ക് റെസ്ട്രിക്ഷൻ്റെ ബോർഡൊന്നും കണ്ടില്ല. ആദ്യം തന്നെ ഇതായത് ഇങ്ങനെ കയറി ഇടത് സൈഡിൽ എന്തോ കാഴ്ചകളുണ്ട്. ആ നമ്പർ ഇട്ട ആരോ മാർക്ക് വഴി പോകാനാണ് അവർ പറഞ്ഞത്. കയറി വരുമ്പോൾ വലിയൊരു ഹാളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതുകൊണ്ടൊക്കെ നേപ്പാളിലെ ട്രൈബുകൾ ഏതെല്ലാം മേഖലയിലാണ് കഴിയുന്നത് എന്നൊക്കെയുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും അധികമുള്ള ട്രൈബ് നേപ്പാളി എന്ന് പറയുന്ന ട്രൈബ്സാണ് കേട്ടോ. തമാങ് എന്ന് പറയുന്ന ട്രൈബിൻ്റെ ഡ്രസ്സ് ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. കാളി എന്ന് പറയുന്ന ട്രൈബിൻ്റെ ഡ്രസ്സ് ഇതാ ഇങ്ങനെയാണ്. ഫുള്ള് ക്ലിയർ ആണ്, നേരിട്ട് കാണും കേട്ടോ. ഇതൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കാനുള്ളതാണ്. അവരുടെ അടുക്കള, അവരുടെ കിച്ചൺ, അവരുടെ പാത്രങ്ങൾ, ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഇവിടുത്തെ ആൾക്കാരുണ്ടാക്കുന്ന വൈനില്ലേ, വൈനിൻ്റെ നിർമ്മാണ കേന്ദ്രം. അതൊരു അടുക്കള പോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് അവരെങ്ങനെയാണ് വൈൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഒരു സെക്ഷൻ ഇവിടുത്തെ ട്രൈബൽ ഇവരുടെ കൾച്ചറിൻ്റെ ആണെങ്കിൽ മറ്റൊരു സെക്ഷൻ മുഴുവൻ ഇനി അങ്ങോട്ടേക്ക് ഇവിടുത്തെ മൗണ്ടൻസിൻ്റെ കാര്യങ്ങളും കഥകളൊക്കെ പറയുന്നതാണ്. ഞാൻ നേരത്തെ അമ്പലത്തിൻ്റെ അവിടെ നിങ്ങളൊരു മൗണ്ടൻ കാണിച്ചിട്ടായിരുന്നു മേഘത്തിനിടയ്ക്ക്. അത് ഈ മൗണ്ടനാണ്, മച്ചാപ്പുചാരി എന്നാണ് കേട്ടോ മൗണ്ടൻ്റെ പേര്. ഇവിടെ ഉണ്ടല്ലോ ഈ അന്നപൂർണ, അതുപോലെ തന്നെ മൗണ്ട് കാഞ്ചൻജംഗ അതുപോലുള്ള പർവ്വതങ്ങളൊക്കെ കയറിയ സമയത്ത് അവർ ധരിച്ചിരുന്ന ഡ്രസ്സ്, അവർ കൊണ്ടുപോയ എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പലതായിട്ട് ഇവിടെ ഒരുപാടുണ്ട്. വലിയൊരു ഹാള് നിറയെ എന്താ പറയുക, കോടിക്കണക്കിന് മൂല്യമുള്ള വിവരങ്ങൾ ശേഖരിച്ച് വെച്ചേക്കാണ്. ഈ മൗണ്ടനിയറിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള, അതിൻ്റെ ആദ്യമായിട്ട് റിസർച്ച് നടത്തുന്ന ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ ഒരുപാടധികം വിവരങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യേണ്ടതാണ്. മൗണ്ടൻ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നേപ്പാൾ സ്റ്റൈലിലുള്ള ഗൂർഖ വില്ലേജ് എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പോയി നോക്കാമല്ലോ ഗൂർഖ വില്ലേജ് ഉണ്ടോ എന്നുള്ളത്. റെസ്റ്റോറൻ്റ് ഒക്കെ അവിടെ ഉണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ടോ? എന്തായാലും വിശക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ നിന്ന് നല്ല കത്തിയായിരിക്കും. നമുക്ക് പുറത്തുനിന്ന് ഇവിടെ ഉണ്ടല്ലോ നമ്മൾ അവിടെ ആ ഫോട്ടോയിലൊക്കെ കണ്ട രീതിയിലുള്ള ആ കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കി ഇവരുടെ പഴയ രീതിയിലുള്ള ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇതാ
ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന വില്ലേജ് തന്നെയാണോ ദൈവമേ? അല്ല ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. നൈസല്ലേ? ശരിക്കും നമ്മുടെ നാട്ടിലെ പഴയ വീടുകളും ഇങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു, ഫുള്ള് ഇങ്ങനെ ചുറ്റും വരാന്തേക്കായിട്ട് അല്ലേ? നേപ്പാളി കാപ്പിക്കുരു കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. അത് കൂടാതെ കണ്ടോ ഞങ്ങൾ തുളസിത്തറ, അതായത് നമ്മളെ വീടിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ എന്താ മുഴക്കോല കഴുക്കോല്, ആ ഒരു സാധനങ്ങൾ സെയിം നമ്മളുടെ എല്ലാവരുടെയും വീടിൻ്റെ നിർമ്മാണമൊക്കെ ഏകദേശം സെയിം ഒക്കെ തന്നെയായിരുന്നു തോന്നുന്നു കേട്ടോ. അത് മില്ലറ്റ് ആയിരിക്കണം. നമ്മളുടെ ഇത് റാഗി, യെസ് റാഗി അല്ലേ? നമുക്കുണ്ടല്ലോ ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാം. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ കഴിക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്നിട്ടാണല്ലോ. ഇവിടെ ഇവരുടെ ഭക്ഷണത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ്. അത് നമ്മുടെ മൊമോസ് അല്ലെങ്കിൽ ചൗമീൻ പോലുള്ള സാധനം 120 രൂപ 130 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഈ നോട്ട് നിരോധനം വന്നതിന് ശേഷം ഉണ്ടല്ലോ, നോട്ട് നിരോധനം അതിന് ശേഷം നമ്മളുടെ ഇവിടുത്തെ കുറേ എമൗണ്ടുകളുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നില്ല. അതിന് ശേഷം ശരിക്കും നേപ്പാളിൽ എന്താ പറയുക, ഇന്ത്യൻ രൂപയ്ക്ക് മൂല്യം, ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് അത്രയും മൂല്യം കുറവ് കിട്ടി. അതുകൂടാതെ മുമ്പൊക്കെ ഇന്ത്യൻ രൂപ ഇവിടെ എന്താ പറയുക, ആളുകൾ ചെറിയ കടകളിൽ തന്നെ വാങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു, വാല്യൂ ഉണ്ടായിരുന്നു ഇന്ത്യൻ പൈസയ്ക്ക്. പക്ഷേ എങ്കിൽ ഇപ്പോൾ ആളുകൾ അത് വാങ്ങില്ല, എല്ലാവർക്കും നേപ്പാളി റുപ്പീസ് മതി കൺവേർട്ട് ചെയ്തിട്ട് ഇന്ത്യൻ രൂപ വേണ്ടാന്ന് തന്നെയാണ് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളുടെ നോട്ട് നിരോധനമായിരുന്നു. കാരണം ഇവിടുത്തെ കുറേ ആളുകളുടെ കയ്യിൽ ഈ ഒരു വിവരങ്ങളൊന്നും അറിയാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ കയ്യിൽ ആ പഴയ എമൗണ്ട് ഇപ്പോഴും ഇരിപ്പുള്ളതുണ്ട്. അത് കൂടാതെ പിന്നെ ആളുകൾക്ക് ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നും നാളെ മറ്റന്നാളെങ്ങാനും നിരോധിച്ച് കളയുക എന്നുള്ളൊരു പേടി കൂടിയുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ടുള്ളവർക്കൊക്കെ അത് ഭയങ്കരമായിട്ടുള്ളൊരു, ഈ കച്ചവടക്കാർക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു മോശമാണ് ഉണ്ടാക്കിയത് നമ്മളുടെ ആ ഒരു നോട്ട് നിരോധനം. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഡേവിസ് ഫാളിന്റെ പ്രത്യേകത എന്താണെന്ന് ഫ്രീക്ക് പറയുന്നത്. വാട്ടർഫാളിന്റെ അടുത്തൊരു അമ്പലമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ നല്ല മോഡേൺ കവാടൊക്കെ വെച്ചിട്ടുള്ളൊരു വെള്ളച്ചാട്ടം. എന്നാൽ നമുക്കത് ഇവിടെ കാണാം. എൻട്രൻസിൽ തന്നെ ഉണ്ടല്ലോ, അതുകൊണ്ടോ നിങ്ങൾ നല്ല രീതിയിലുള്ള ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ കരകൗശല വസ്തുക്കൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു എൻട്രി ഫീ ഉണ്ടാവുന്നു കേട്ടോ. കൗണ്ടർ ഇവിടെ തന്നെ ഉണ്ട്, എടുക്കുന്നു, കയറുന്നു. 50 നേപ്പാളി റുപ്പീസാണ് കേട്ടോ എൻട്രി ഫീ വരുന്നത്. ഇവിടെ ഉണ്ടല്ലോ നേപ്പാളിലെ മൗണ്ടൻസിൻ്റെ ഒക്കെ ഒരു രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഴയ പോലെ വാക്കുകൾ നിങ്ങൾ ഒഴുകി വരുന്നില്ല. ഇവിടെ നിന്നും നടയിറങ്ങി താഴോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡേവിസ് ഫാൾ എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തും. ഇത് കൂടാതെ വേറെ അത്ഭുതം ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്, അത് ഇത് കഴിഞ്ഞ പാടെ കാണിച്ചു തരാതെ. ഇവിടെ നിന്നാണ് ഈ ഫാളിൻ്റെ യഥാർത്ഥമായ പ്രത്യേകത നമുക്ക് തിരിയുക. ഇതുണ്ടെങ്കിൽ അതാണ് വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ടുണ്ടല്ലോ, ഭൂമിക്കടിയിൽ അപ്രത്യക്ഷമാകുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കൂടി നമുക്കിത് ഇറങ്ങി ഇങ്ങനെ വരാം. ഇവിടെ നല്ല രീതിയിൽ നടവഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടുത്തെ ആളുകളാണ് എന്ന് തോന്നുന്നു, പുതിയ തലമുറ. എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം വന്ന് അത് ഒഴുകി ഭൂമിക്കടിയിലേക്ക് ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ വേറെ എൻ്റെ ഞാൻ അടുത്ത അതാ ഇപ്പോൾ പോകും, അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. രസകരമാണ്. ഇനി ഭൂമിക്കടിയിൽ അവസാനിക്കുന്നില്ല ഇത് ഉണ്ടല്ലോ. ഉണ്ട്, ഇതാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അകത്തോട്ട് കയറുകയാണ് ഈ സാധനം. ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ട് കയറുന്നു എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഗംഭീരമായിട്ടുള്ള കാഴ്ച. നമ്മളെ പല വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഭൂമിക്കടിയിലേക്ക് വെള്ളം ചാടി ഇറങ്ങി പോകുന്ന കാഴ്ച അത് ഇവിടെ ഈ ഒരു സ്ഥലത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ഇവിടെ തന്നെ പഴയ ശൈലിയിലുള്ള ഒരു ബിൽഡിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെയും വന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ എടുത്തിട്ട് പോവാം കേട്ടോ. ഭൂമിക്ക് അടിയിലോട്ട് ഇറങ്ങുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ടെങ്കിൽ നാഷണൽ ഹൈവേൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയിട്ട് അവിടെ ആയിട്ടുണ്ടല്ലോ ഗുപ്തേശ്വർ മഹാദേവ് ടെമ്പിൾ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് മറ്റൊരു കാഴ്ച കാണാനുണ്ട്. അതായതുണ്ടല്ലോ ഗുപ്തേശ്വർ മഹാദേവ് കേവ് ഗുഹാക്ഷേത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ താഴോട്ടേക്ക് ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്. അതുകൂടാതെ നമുക്ക് ഇപ്പോൾ കണ്ട ഒരു വെള്ളച്ചാട്ടമില്ലേ, ആ വെള്ളച്ചാട്ടം ഒഴുകി വരുന്നത് നമുക്ക് ആ ഒരു ഭൂമിക്കടിയിൽ കാണാൻ പറ്റും കേട്ടോ. ഇവിടെയും ഷോപ്പിംഗ് ഏരിയകളാണ് മെയിനായിട്ടുള്ളത്. നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല രീതിയിൽ കല്ലൊക്കെ പതിച്ച് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് സ്മെല്ലോ മുറുക്കിത്തുപ്പലുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ശാന്തി സമാധാനം. ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വേ ടു കേവ് നമുക്ക് ആ ഒരു ബോർഡ് കാണാം. ആ ബോർഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ പതുക്കെ ഇങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഇതാണ് കാഴ്ച. അതായത് ഇതുണ്ടെങ്കിൽ ഒരു കിണർ പോലെ ചുറ്റിയായിരിക്കും. ഞാൻ മുൻകൂട്ടി പറയുന്നത് കഴിഞ്ഞ തവണ വന്നപ്പോഴും നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പതുക്കെ ഇറങ്ങി ചെല്ലുകയാണ് വേണ്ടത്. യെസ്, ഇതാ നോക്കിക്കോളൂ, ആളുകൾ ഇറങ്ങി വരുന്നു, ഇറങ്ങി പോകുന്നു, ഇറങ്ങി തിരിച്ചു വരുന്നു.
നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആ ഒരു ചുറ്റുവട്ടമായിട്ട് അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തത്തിലുള്ള ഒരു ഇതാണ് ഈ ഭൂമിയുടെ എന്തെങ്കിലുമൊക്കെ പഴയ കാര്യത്തിലുള്ള ഈ ഭൂഗർഭ അറകൾ അല്ലെങ്കിൽ അതുപോലുള്ള പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മളുടെ വിശ്വാസവുമായി ബന്ധിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് ഇവിടെ ഒരു ശിവക്ഷേത്രം വന്നത്. ഇവിടെയും കേവിലായിട്ട് കയറാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ടിക്കറ്റ് എടുക്കണം. 100 നേപ്പാൾ റുപ്പീസാണ് വരുന്നത്. അതിനുശേഷം നമ്മളിതാ ഇതുവഴി ഈ കിണറിലേക്ക് ഇറങ്ങുന്ന പോലെ ചുറ്റി കറങ്ങി താഴോട്ടേക്ക് ഇറങ്ങണേ. ഒരുപാട് ഒരു കോളേജ് ടീംസ് വന്നിട്ടുണ്ട്, അതിൻ്റെ തിരക്കാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഈ ഇറങ്ങി വരുന്ന വഴികളിലൊക്കെ ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ റിനോവേഷൻ നടക്കുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് പൊടിയും ചെളിയൊക്കെ ഇവിടെ കാണാനുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് യഥാർത്ഥമായിട്ടുള്ള ഗുഹയുടെ കവാടം തുടങ്ങിയാണ്. നല്ല രീതിയിലുള്ള ഇറക്കമാണ് കേട്ടോ. ഒരു ഗുഹയുടെ അടിഭാഗം ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ എപ്പോഴും ഇതുണ്ടോ വെള്ളം ഇങ്ങനെ കിനിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അത് ഓരോരോ രൂപങ്ങളായി മാറിയിട്ടുണ്ട്. ശരിക്കും ഹെവി ഗുഹ. ഓഫ്, നല്ല തണുപ്പം. മല ഇറങ്ങി നമ്മൾ താഴെ വന്നപ്പോഴത്തേക്കും അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തി. അവിടെയാണ് ടെമ്പിൾ ഉള്ളത്. ടെമ്പിളിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നല്ല തണുപ്പാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലെ. പണ്ട് നമ്മൾ വീടിനടുത്തുള്ള ആ ഒരു ഗുഹയിൽ കയറിയ പ്രതീതി വീണ്ടും. പക്ഷേ എങ്കിൽ അങ്ങനെ ഒരു സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മൾ കുനിഞ്ഞ് വേണം വരാൻ വേണ്ടിയിട്ട്. അവിടെ നേരെ നിൽക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് കുനിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുകൊണ്ട് നമ്മൾ വലിയ ഗുഹയുടെ ഭാഗങ്ങളെത്തും. അവിടെ നിന്ന് നമ്മൾ ഇപ്പം വെള്ളം ചാടുന്ന ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ഈ ചെറിയ ഇടുങ്ങിയ വഴി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാൻ നമുക്ക് നമ്മുടെ അത്ഭുത ലോകം. വിശാലമായൊരു ഗുഹയാണ്. യെസ്, ഇതിൻ്റെ അടിയിലൂടെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വെള്ളച്ചാട്ടം ഇല്ല, ആ വെള്ളച്ചാട്ടം വന്ന് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു ഭൂമിക്കടിയിലെ ഒരു നദിയായിട്ട് അങ്ങോട്ട് ഒഴുകാണ് കേട്ടോ. ഫുള്ള് ഇരുട്ടാണ്. അങ്ങ് താഴെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇറങ്ങാം നമുക്ക്. ബലക്കുറവ് ഈ ഒരു ഗുഹയെ ബാധിച്ചിരുന്നു എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ തവണ ഒരു 2 വർഷത്തിന് മുമ്പ് നമ്മൾ സന്ദർശിച്ച സമയത്ത് ഇതുപോലെയുള്ള ഈ ഒരു ഈ പില്ലർ ടൈപ്പ് സാധനം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് ബലത്തിന് വേണ്ടിയിട്ട് അതുപോലത്തെ പില്ലറുകൾ വാർത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അടുത്ത താഴത്തെ പടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ സ്റ്റെപ്പ് കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലായിടത്തും നല്ലോണം നനഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെ നടന്ന് ഇറങ്ങി നമ്മൾ എത്തിച്ചേരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു വിടവിലേക്കാണ് കേട്ടോ. അത് കണ്ടെങ്കിൽ ഭൂമിയുടെ 2 പാളികൾ ഒന്നിച്ച് ചേരുന്ന ഒരു വിടവ്. അതിനിടയിലൂടെ പ്രകാശം ചെറിയ രീതിയിൽ വരുന്നു. അതിനങ്ങ് ദൂരെയായിട്ടൊരു വെള്ളച്ചാട്ടം. അതിന്റെ മുകളിലാണ് നമ്മൾ നിന്നുണ്ടായിരുന്നത്. അതിന്റെ മേലെ ആ വിടവ് കാരണം, ആ മേലത്തെ കൂടിയ വിടവ് കാരണം നമുക്ക് കാണാൻ പറ്റാതിരുന്നേ. ഇവിടേക്കാണ് ആ വെള്ളം വീഴുന്നത്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട വെള്ളം എങ്ങടെ ഇറങ്ങി വീഴുന്നു എന്ന സംശയമില്ലായിരുന്നു നമുക്ക്. ആ സംശയത്തെ ഇവിടെ വരുമ്പോൾ തീരും. ഇവിടേക്കാണ് കേട്ടോ വരുന്നത്. സൂര്യൻ പതുക്കെ അസ്തമിച്ചു. എന്നാലും നമ്മൾ നമ്മുടെ കാഴ്ചകൾ അവസാനിപ്പിക്കുന്നില്ല. ഇവിടെ നിന്ന് അങ്ങ് ദൂരെയായിട്ട് വേൾഡ് പീസ് തൂബ എന്ന് പറയുന്ന അവിടെയാണ്. അതുകൂടാതെ അവിടെ ഒരു ശിവ ടെമ്പിൾ കൂടിയുണ്ട്. ജസ്റ്റ് നമ്മളെ അവിടേക്കുള്ള ആക്സസ് എങ്ങനെയാണ് ആളുകളെയും കൊണ്ട്, കുറച്ച് പ്രായമായ ആളുകളുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റുമോ എന്നുള്ളതും കൂടി നോക്കട്ടെ. അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്ര നേരം നമ്മൾ ഇത്രയും നേരമേ നിങ്ങളോട് പൊക്ര ലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ലേക്കിൻ്റെ യഥാർത്ഥ പേര് പൊക്ര ലേക്ക് എന്നല്ല, ഫെവാക് ലേക്ക് എന്നാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ താഴെ കാണുന്ന ആ ഒരു സ്റ്റെപ്പ് വരെയാണ് കേട്ടോ നമുക്ക് നമ്മളുടെ ബസ്സൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ വരാൻ പറ്റുക. അതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഇവിടെയുള്ള ലോക്കൽ വണ്ടികൾ മാത്രമേ വിടത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കയ്യിൽ ബൈക്ക് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ആക്ച്വലി വന്നതിൻ്റെ ഉദ്ദേശം ഇതല്ല. ഗൂഗിൾ പറഞ്ഞ് ഇവിടെ ലേക്ക് വേറൊരു വഴി ഇതിലേ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേങ്കിൽ അങ്ങനെ ഒരു വഴിയൊന്നുമില്ല കേട്ടോ. കാണാ ഗൂഗിളാ. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ ആ ഒരു സ്തൂപ കാണുക എന്നുള്ള രീതിയിൽ അങ്ങോട്ട് മേലോട്ട് കയറുന്നതാണ്. ഫ്രണ്ട്സ്, നേപ്പാളിലും ഗൂഗിളിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. നമ്മൾ ഏതോ ഒരു വഴി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ മീനുകുട്ടിക്ക് കുറച്ച് അഡ്വഞ്ചർ കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് വഴി തന്നെ പോകാം. റോഡ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര അഡ്വാൻസ്ഡായി. കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന റോഡ് വരെ ഗൂഗിൾ മാപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നു. വാവ്, ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഫ്രണ്ട്സ്, വീണ്ടും കോമഡി. വഴി തെറ്റി നമ്മൾ 10-15 കിലോമീറ്റർ ലാഭിച്ചു എന്ന് പറയുന്ന പോലെ ഇതാ സ്തൂവയുടെ തൊട്ടടുത്ത് നമ്മൾ കറങ്ങി തിരിഞ്ഞെത്തി കേട്ടോ. താഴെ നിന്നും ശരിക്കും അവിടെ വണ്ടി വെച്ചിട്ട് കയറി മേലേക്ക് വരാം. അതല്ലാതെ ഇതിപ്പോൾ പുതിയതായിട്ട് കെട്ടിയ ഒരു വഴിയാണ്. ആ വഴി നേരെ സ്തൂവയിലോട്ടും വരാവേ.
ഗൂഗിൾ മാപ്പ് അങ്ങനെ ചതിക്കൊന്നും ഇല്ല കേട്ടോ. ചില സമയത്ത് ഗൂഗിൾ മാപ്പും സത്യം പറയും. പക്ഷേ ഗൂഗിൾ മാപ്പ് നമ്മളെ കൊണ്ടുവന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ താഴത്തേക്ക് ചാടിക്കാൻ വേണ്ടിയുള്ള ലേക്കിലേക്കായിരുന്നു മാത്രമേ. ഭാഗ്യം തന്നെ. ഇവിടെ ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇത് ഉണ്ട് നിങ്ങൾ. ഓ, മല ഇറങ്ങിയിട്ട് വേണം അപ്പുറം കയറാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ട് നിങ്ങൾ. ഇവിടെ നിന്ന് മല ഇറങ്ങി അങ്ങോട്ട് കയറിയിട്ട് ആ മലയിലാണ് സ്തൂപിയുള്ളത്. പോകണോ? ഇതാ മൗണ്ടൻ ഗൈഡ് വന്നിട്ടാ ഒരു ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവൻ നമ്മളെ എല്ലാ സ്ഥലവും കാണിച്ചു തരും കേട്ടോ. നമ്മുടെ ഓറഞ്ചാണ്. ഇന്നലെ കണ്ട് നീ തിന്ന ചിക്കൻ്റെ എന്തിൻ്റെയോ എന്റെ കഴിഞ്ഞ ഇതിന്റെ പട്ടിയുടെ മണമായിരിക്കും. ഷിറ്റ്സുവിന്റെ അവിടത്തെ വിളിച്ചിട്ടില്ല. അപ്പം ഇവിടെ നിന്നുള്ള മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, താഴെ കാണുന്ന ആ ഒരു പൊക്ര നഗരത്തെ നമുക്ക് മേലെ നിന്ന് കാണാം, ലേക്ക് കാണാം. അതുകൂടാതെ നല്ല വെളിച്ചമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഹിമാലയൻ സ്നോ മൗണ്ടൻസും കാണാൻ പറ്റുമായിരുന്നു. എനിക്കിവിടെ കുറച്ച് നേരത്തെ വിശ്രമം തന്നിട്ട് നമ്മുടെ ഫ്രീക്ക് ആ വെള്ളം പോകുന്ന മുട്ട കണ്ട ഫ്രീക്കിയാണ്. ഫ്രീക്ക് നടന്ന് സ്തൂപ് വരെ പോയിട്ട് വരുന്നുണ്ട്. പാശിപ്പുറത്ത് പോവുകയാണ് കേട്ടോ. എന്തായാലും ഫ്രീക്ക് കണ്ട് സ്തൂപ കണ്ടിട്ട് വരട്ടെ. മറ്റേ യോധയിൽ പറയുന്ന പോലെ ഇതാ വന്നിരിക്കുന്ന തോറ്റ് തുന്നമ്പാടി നിന്റെ അമ്മയോൻ എന്ന് പറയുന്ന പോലെ എന്നത്തെക്കാളും ആവശ്യത്തിലാണ് അത്ര ഇത് കാണുന്ന ഇവിടെ വരുന്നല്ല. ഇത്രയും നമുക്ക് ഇനി അവിടെ നിന്ന് ഇറങ്ങാൻ നടക്കാണ്ട്. അവിടെ നടന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ സംഭവിച്ചെന്നുള്ളതും കൂടി പറ. 5:30 വരെയുള്ളൂ, അടച്ചുപോയി, ഗേറ്റ് ക്ലോസ് ആയി. ജസ്റ്റ് മിനിറ്റ്, ഞാൻ ഓടി ചെന്നിട്ട് കാര്യമില്ല, തിരിച്ചതുപോലെ ഓടി. നീ പറയത്തില്ല നമ്മൾ കേരളത്തിൽ നിന്ന് ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ താരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് കുറെ പേര് ഇവിടെ നിന്ന് പോയ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ മൊത്തം താഴെ നിൽക്കുമ്പോൾ എന്നെ മാത്രം കയറ്റി വന്നാൽ ശരിയല്ലല്ലോ. സാറില്ല, നാളെ രാവിലെ വീണ്ടും വരാം. നമുക്കിനിയിപ്പോ ഉണ്ടല്ലോ അതെ താഴെ നോക്ക്, ഫുള്ള് പൊക്കറ കത്തി തെളിഞ്ഞു നിൽക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകണം, ലേക്കിലേക്ക് വഴിയുണ്ട്. അതാണ് മറ്റേ നേരത്തെ കണ്ട പുള്ളി അവര് പറഞ്ഞത്. അങ്ങനെ ഇരുട്ട് നല്ലപോലെ വീണു. നമ്മളുടെ പൊക്ര പതുക്കെ വെളിച്ചത്തിലേക്ക് വന്നു. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ പൊക്രയുടെ ആ ലേക്കിൻ്റെ തീരത്തോടെയുള്ള ആ ഒരു ഹാപ്പനിങ് ഏരിയ, വൈകിട്ടത്തെ ആ ഒരു മേഖലയിലേക്ക് പോകാവേ. ലേക്ക് സൈഡിൻ്റെ ഏരിയ അത്യാവശ്യം ആക്റ്റീവായിട്ടുണ്ട്. ഇന്ന് വീക്കെൻഡ് കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആളും തിരക്കും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ നടക്കുന്ന വഴികളിലൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെ ഓരോ റെസ്റ്റോറൻറ്റിലും ഓരോ പരിപാടികൾ ഇങ്ങനെ നടക്കും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അകത്ത് കയറി അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങി ഓരോ ബിയറൊക്കെ വാങ്ങി കഴിച്ച് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം. ഈ ലേക്കിലെ ലൈറ്റൊക്കെ വീഴുന്ന കാഴ്ചകളൊക്കെ കാണാം. അതൊക്കെയാണ് വൈകുന്നേരം നേരത്ത് പൊക്ര വരുന്ന എല്ലാ ആളുകളുടെയും ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളെ. ഇതൊക്കെയാണ് കേട്ടോ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്. ഇവിടെ ഒരു ജയൻറ്റ് വീലൊക്കെ ഉണ്ട്, നല്ല ലൈറ്റിംഗ് ഒക്കെ ചെയ്ത്. നേപ്പാളിലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഷോപ്പുകളിലും മദ്യമുണ്ട് എങ്കിലും ഈ മദ്യത്തിനൊന്നും വിലക്കുറവില്ല കേട്ടോ. ഇവിടെ ബിയറിനൊക്കെ അറൗണ്ട് വലിയ ബോട്ടിൽ ബിയർ 450 രൂപ എന്നൊക്കെയാണ് അവർ പറയുക. എനിക്കൊന്നും അത്രയും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ടൂറിസ്റ്റ് അല്ലാത്ത സ്ഥലങ്ങളിലും അതൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. മാത്രമല്ല കേട്ടോ, നല്ല കച്ചറയുണ്ട് ഇവിടെ നടക്കുന്നത്. ഒരു ചെക്കനെ ഓടിച്ചിട്ടടിക്കുന്നു. എൻ്റെ നല്ല അടി അടിക്കുന്നുണ്ടല്ലോ. ആ ചെക്കൻ എന്തോ സീൻ അവിടെ പോയി കാണിച്ചു. അപ്പോൾ ചേച്ചീനൊക്കെ എടുത്തിട്ടടിച്ചു. എൻ്റെ അമ്മ ചേച്ചിക്കൊക്കെ അടി. അവരിങ്ങോട്ട് ഓടി വന്ന സീൻ അങ്ങോട്ട് വന്നു. പാപ്പാ എൻ്റെ പൊന്നെ തല്ലിപ്പോണ്ടല്ലോ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയി മാറി. ആളുകളൊക്കെ കൂട്ടി നിന്ന് തല്ല് കാണുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. ഇതാണ് പൊക്ര തല്ല് കേട്ടോ, പൊക്രയുടെ തല്ല്. ഇത് മിക്കവാറും ക്യാമറ ആയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വീണ്ടും ആഘോഷങ്ങളിലേക്ക്. ആഘോഷ സ്ഥലമാകുമ്പോൾ ഇതുപോലത്തെ തല്ല് നോർമലാണ്. പക്ഷേ ഇത് അവരെന്തോ പ്രശ്നം അതിൻ്റെ ഉള്ളിൽ, സ്കേറ്റിങ്ങിൻ്റെ ഉള്ളിൽ എന്തോ പ്രശ്നം കാണിച്ചതിൻ്റെ പേരിൽ അവർക്ക് തല്ല് കിട്ടിയിട്ടാണ്. അതായത് ഇവിടെ വരുന്ന ആൾക്കാർ നല്ല മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ തല്ല് കിട്ടും. മനസ്സിലായല്ലോ? അതൊന്നും ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും അത് തന്നെ ഉള്ളതാണ്. പക്ഷേ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. അത് അവിടെയുള്ള ആളുകൾ തിമിർത്ത് മറിയുന്നുണ്ട് കേട്ടോ. താഴെ നിന്നുണ്ടല്ലോ നമ്മളുടെ കാശ്മീരിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും കഴിക്കുന്ന തുജ്ജില്ലേ, തുജ്ജിൻ്റെ തന്നെ സ്റ്റിക്ക് വേർഷൻ ഇവിടെയുണ്ട്. അപ്പം നമ്മളൊരു തുജ്ജിൻ്റെ ഇത് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ നമുക്കിങ്ങനെ വന്നിരുന്നിട്ടുണ്ടല്ലോ ആളുകൾ ഇങ്ങനെ നടക്കുന്നതും
പിന്നെ ആ ലേക്കിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടായിട്ട് വന്നതാണ്. ഇതൊക്കെയാണല്ലോ പൊക്രയുടെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് അല്ലേ. വീണ്ടും നമ്മളുടെ ആക്ടിവിറ്റികളുടെ മേഖലയിലേക്ക് ഒന്നും ഒരുപാട് ടൈപ്പുള്ള ആക്ടിവിറ്റികളുണ്ട്. മറ്റേ ക്ലോക്ക്, അതുപോലെ തന്നെ വട്ടം കറക്കുന്ന സാധനം, എല്ലാം തന്നെ ഒരു തരത്തിലുള്ള കറക്കമാണ്. ട്രെയിന് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ റേറ്റുകൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഏകദേശം 200, 150, 100 നേപ്പാളി റുപ്പീസ് റേഞ്ചിലുള്ള ആക്ടിവിറ്റികളാണ്. ആക്ച്വലി ഉണ്ടല്ലോ നമ്മൾ അവിടുത്തെ പറഞ്ഞ സ്റ്റിക്കില്ലേ അത് കഴിക്കാതെയാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. പുള്ളി അത് മൊത്തം പുകച്ച് സെറ്റാക്കി വെച്ചു. അതുകൂടാതെ കുറേ അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പൊ പുള്ളി വേറെ ആൾക്കാരെ നോക്കാനും സെർവ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് ഇത് അവിടെ കരിച്ച് പുകച്ച് നോക്കിയൊക്കെ വെച്ച്. ഇവിടെ ഉണ്ടല്ലോ നമുക്ക് കറങ്ങാനായിട്ട് ഇതുപോലെ സൈക്കിളുകളും റെന്റിന് കിട്ടുവേ. എന്തായാലും ഇതൊക്കെയാണ് നമ്മളുടെ പൊക്രയുടെ നൈറ്റ് കാഴ്ചകൾ. ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടി ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്. ഇതൊക്കെ വൈനിൻ്റെ ഷോപ്പുകൾ, വൈൻ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഉണ്ടല്ലോ നമ്മളുടെ ഈ ഒരു പൊക്ര വരെയുള്ള യാത്ര നമ്മൾ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മളുടെ കൂടെ നേപ്പാളിലേക്ക് യാത്ര വരാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളുടെ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല, ഇതൊക്കെ തന്നെ സസ്പെൻസ് ആണ്. ഒരു വെറൈറ്റി സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ, സ്നേഹം മാത്രമേ.